വക്കീലിനെ കാണാൻ താൻ വരുന്നില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്നോടുള്ള പിണക്കം അല്ലേ? തനിക്കിഷ്ടമല്ലെങ്കിൽ ഞാൻ വരുന്നില്ല. കുഞ്ഞിന്റെ ടെസ്റ്റ് റിസൾട്ടുകളൊക്കെ ഞാൻ പോയി വാങ്ങിച്ചോളാം. ജീവിതത്തില് മനുഷ്യൻ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, പെരുമാറേണ്ട ചില എത്തിക്സ് ഉണ്ട്. ഇതൊന്നുമില്ലാത്ത ആളാണ് ഞാനെന്നാണോ താൻ പറഞ്ഞു വരുന്നത്? എല്ലാം ഉള്ള ആള് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പൊ അങ്ങനെയാണോന്ന് നെഞ്ചില് കൈവച്ച് സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്ക്. കള്ളം പറയുന്നവരോടൊപ്പം ജീവിക്കാനോ ഇടപെടാനോ കഴിയില്ല. വക്കീലിനെ കാണാൻ പോണോന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. അതുകൊണ്ട് തന്നെയാ ഞാൻ ആദ്യം തന്നെ ഒഴിഞ്ഞു മാറിയതും. അതെനിക്ക് മനസ്സിലായി. പിന്നെ എന്തിനാ ആവർത്തിച്ച് ചോദിക്കുന്നത്? എടോ, തന്റെ ഈ പിണക്കം എനിക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറം. എന്റെ ചോദ്യത്തിന് സത്യസന്ധമായ ഉത്തരം കിട്ടുന്നവരെ എനിക്ക് ഇങ്ങനെ പെരുമാറാൻ കഴിയൂ. അതിനി വേറെ ആര് വിചാരിച്ചാലും മാറുകയില്ല. എന്റെ കൺമുമ്പിൽ കണ്ട കാഴ്ചയില് മനസ്സുടക്കി നിൽക്കുക ഞാൻ ഇപ്പോഴും. അത് മറക്കാനും പൊറുക്കാനും പറ്റണമെങ്കിൽ എനിക്ക് കൺവിൻസിംഗ് ആയ ഒരു ഉത്തരം കിട്ടണം. അപ്പൊ ഞാൻ എല്ലാം മറക്കാം, ക്ഷമിക്കാം. സത്യം എന്താന്ന് എന്നോട് പറയാൻ പറ്റുമോ? ഇപ്പൊ ഈ നിമിഷം? സച്ചേട്ടൻ ഇനിയും മൗനം തുടർന്നു. എനിക്കൊരു പരാതിയില്ല. ആരുടെയും പരാതി കേൾക്കാനും എനിക്ക് താല്പര്യമില്ല. മാത്യു സാറിന്റെ അടുത്ത സുഹൃത്തല്ലേ? അത് പിന്നെ ഒരു പ്രശ്നമുണ്ട്. പണം കിട്ടില്ല അല്ലേ? ഏട്ടൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയില്ലേ? അവന് എല്ലാ കാര്യങ്ങളും അറിയാം. ഇപ്പൊ അതല്ല പ്രശ്നം. അവന്റെ ഒരു ബിസിനസ് ഷോറൂമിന്റെ ഇനോഗ്രേഷന് ഈ ആഴ്ച. അതിനുവേണ്ടി അവന്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ പണവും ഇൻവെസ്റ്റ് ചെയ്തിരിക്കാൻ. അതിനിടയില് ഈ 10 ലക്ഷം മറിക്കാൻ അവനെ കൊണ്ടിപ്പം പറ്റില്ല. എന്നാലും അച്ഛാ, അവൻ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. മോനെ, താമസിക്കാൻ തൽക്കാലത്തേക്ക് ഒരു സ്ഥലം തരുന്ന പോലെയല്ല പണം. അതിൽ തൊടുമ്പോ ആരുടെ ആയാലും കൈയൊന്ന് വിറയ്ക്കും. പണം കടം ചോദിച്ചോണ്ട് ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയൂ. നമുക്ക് ആരുടെ സൗജന്യമൊന്നും വേണ്ട, വാടക കൃത്യമായിട്ട് കൊടുക്കാം. വാടകയുടെ കാര്യമൊന്നും അവൻ സംസാരിച്ചിട്ടില്ല. ഇത് അവനെ കൊണ്ട് പറ്റാഞ്ഞിട്ടാ. ഇനിയിപ്പോ ഈ 10 ലക്ഷം രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും? എന്താ ഇതൊക്കെ? അച്ഛാ, ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും സ്വർണ്ണാഭരണങ്ങളാ. നിന്റെ കയ്യിലുള്ളത് അവിടെ ഇരിക്കട്ടെ. അച്ഛാ, സ്വർണം എന്ന് പറയുന്നത് ഒരു അത്യാവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതാ. ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം ഇതാ. ഈ സ്വർണം പണയം വെക്കോ വിൽക്കോ എന്ത് വേണേലും ചെയ്യാം. എത്രയും പെട്ടെന്ന് വക്കീലിന് പണം കൊടുക്കണം. ഈ കേസ് എന്ത് വില കൊടുത്ത് നമുക്ക് ജയിക്കണം. ഏയ്, അതൊന്നും വേണ്ട. നിങ്ങളുടെ അച്ഛനമ്മമാര് അവരുടെ സമ്പാദ്യം എല്ലാം കൂട്ടിച്ചേർത്ത്
നിങ്ങൾക്ക് തന്ന ആഭരണങ്ങളെ ഇതൊക്കെ. ഇതൊന്നും നഷ്ടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. ഞങ്ങൾക്ക് സമ്മതമാണെങ്കിലോ? എന്താ സേതുവേട്ടാ ഇത്? നമുക്കിടയിൽ ഞങ്ങളുടെതെന്നോ നിങ്ങളുടെതെന്നോ അങ്ങനെ വല്ല വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? സ്വർണ്ണമൊക്കെ അത്യാവശ്യത്തിന് എടുക്കാനുള്ളതല്ലേ, അതിലൊന്നും ഒരു തെറ്റുമില്ല. അർച്ചന ഞങ്ങളെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. സേതുവേട്ടൻ ഇങ്ങനെ തന്നെ പറയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാ ഞങ്ങളെല്ലാരും നേരിട്ട് തന്നെ വന്നത്.